കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ. അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദിജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വചനമാണിത്. സകല പ്രപഞ്ചത്തിൻ്റെ വിശാലത ഇതുവരെ മനുഷ്യൻ ഗ്രഹിച്ചിട്ടില്ല. അത്രയും സൃഷ്ടിച്ചവന് അവൻ്റെ അമ്മയ്ക്ക് കിടക്കാൻ സ്ഥലമില്ല, പ്രസവിക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് പശുത്തൊട്ടിയിൽ കിടത്തി സൃഷ്ടാവിനെ. പിന്നീട് പരിശുദ്ധാത്മാവിൽ കൊരിന്ത്യ ലേഖനത്തിൽ വരുമ്പോഴാണ് എന്തിനാണ് ഈ കുഞ്ഞ് യേശുവിനെ ഇങ്ങനെ ഒരു കഷ്ടത്തിലിട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഞാൻ ദരിദ്രനാണ്, എനിക്ക് ചായ കുടിക്കാൻ കാശുണ്ട്, വട മേടിക്കാൻ കാശില്ല. യേശുവിന് ചായ പോലും മേടിക്കാൻ കാശില്ല. അവ എന്നേക്കാൾ ദരിദ്രനായി, അതുകൊണ്ട് ഞാൻ സമ്പന്ന ആർത്ഥമാണോ? അല്ല. എനിക്ക് ഒരു ചെറ്റക്കുടലുണ്ട് താമസിക്കാൻ, യേശുവിന് വീട് സ്ഥലവുമില്ല. അവ എന്നേക്കാൾ ദരിദ്രനായിട്ട് ജീവിച്ചു, അതുകൊണ്ട് ഞാൻ സമ്പന്നനായി ആർത്ഥമാണോ? അല്ല. അവൻ ദരിദ്രനായി തീർന്നത് വഴി നിങ്ങൾക്കൊരു കൃപ ലഭിച്ചെന്ന്. എന്താ? ഇന്ന് സുവിശേഷ വേലകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചർച്ച് പണിയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിശ്വാസികളോട് കൈനീട്ടും. പടച്ച തമ്പുരാനെ അവൻ്റെ ആലയം പണിയാൻ വലിയ ധനവാന്മാർ, ബില്യനേഴ്സ്, അവരുടെ മണിമന്ദിരങ്ങൾ പണിയുന്നു. ഇവിടെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവർ ഷെഡിൽ ആരാധിക്കുന്നു. എന്താ കാര്യം? കഥ പറഞ്ഞ് അങ്ങനെ മതി. നീ എൻ്റെ മുമ്പിൽ ഞാൻ കൈനീട്ടുക, നീ എനിക്ക് തരണം, നീ എനിക്ക് തന്നാൽ നിന്നെ സമ്പന്നനാക്കാനുള്ള കൃപ അവിടെ വെച്ചിരിക്കുക. ഇതാണ് ഇതിൻ്റെ അർത്ഥം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നു. എന്തിനെ? അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന്. ഇതാണ് സഭയിലെ ഒരു പരസ്യമായ രഹസ്യം. എന്താണ്? ആൾക്കാർ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചു. ഒരു ദിവസം പറഞ്ഞ് ഒരു പട്ടിക്ക് വേപിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പട്ടിയും തല്ലിക്കൊല്ലരുത്. ഇത് മുതലെടുക്കുന്ന ആൾക്കാരുണ്ടാവും, വെളിച്ചദൂതൻ്റെ വേഷത്തിൽ വരുന്ന കള്ളന്മാരുണ്ടാവും. പക്ഷേ ദൈവം വെച്ച വ്യവസ്ഥ ഇതാണ്. നിങ്ങൾ സഭയ്ക്ക് കൊടുക്കണം, നിങ്ങൾ ദൈവവേലയ്ക്ക് കൊടുക്കണം, നിങ്ങൾ വിശ്വാസികൾക്ക് കൊടുക്കണം, നിങ്ങൾ ദരിദ്രർക്ക് കൊടുക്കണം, നിങ്ങൾ വിധവമാർക്ക് കൊടുക്കണം. എന്തിന്? സമ്പത്തുള്ളവൻ്റെ സമ്പത്ത് അവന് നാശമായതും അവനെ ജയിലിൽ കയറ്റിയതും അവൻ്റെ കുടുംബം തകർത്തതും അവൻ്റെ മക്കളെ തകർത്തതും നമ്മൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിന്റെ സാമ്പത്തികത്തെ വിശുദ്ധീകരിക്കും ദൈവം കർത്താവിന് കൊടുക്കുന്ന വഴി. 2, നോർമലി നമ്മൾ പറയാറുള്ളത് പോലെ മൾട്ടിപ്ലൈ ചെയ്യും. യെസ്, ദൈവം സമ്പത്ത് തരും, തൃപ്തി തരും, അനുഗ്രഹം തരും. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ വിഷയത്തിൽ ഒരു ബോധ്യവും കൃപയും കർത്താവിനെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യവും നൽകട്ടെ. വിധവയായ സ്ത്രീ സ്തോത്രക്കാഴ്ച ഇട്ട ഭാഗം നമ്മൾ വായിക്കുമ്പോൾ യേശു ഭണ്ഡാരത്തിൽ ഇടുന്നത് നോക്കുന്നുണ്ട്. ഇന്നും നോക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ടോയ്ലറ്റ് വെള്ളപ്പൊക്ക സമയത്ത് ബ്ലോക്ക് ആയാൽ ബുദ്ധിമുട്ടല്ലേ? ഇതുപോലെയാണ്. ദൈവത്തിന് കൊടുക്കാതെ നമ്മൾ തന്നെ അങ്ങ് സേവ് ചെയ്താൽ അതേപോലെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, അസ്വസ്ഥതയുണ്ടാവും. അത് വരരുത്. കൊടുക്കണം. കർത്താവിനുള്ളത് കർത്താവിന് കൊടുക്കണം. അത് അനുഗ്രഹമാണ്, സ്വസ്ഥതയാണ്, സമാധാനമാണ്, വർധനയാണ്. അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.